അങ്ങനെ എൻ്റെ സ്കൂൾ ജോബ്സിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടൊരു റോളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന NHS അഡ്മിൻ ആയിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ NHSൽ എനിക്ക് വേറൊരു റോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് റോൾസും ഞാൻ ട്രാക്ക് ജോബ്സ് വഴിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ജോബ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഈ ഒരു റോള് ഞാൻ ഇതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആകെ ഒരു വട്ടമേ ടീച്ചിങ് അസിസ്റ്റൻറ്റ് റോള് ട്രാക്ക് ജോബ്സിൽ ഞാനായിട്ട് കണ്ടിട്ടുള്ളൂ. അന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ഫസ്റ്റ് വീക്കിലായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലീവ് എടുത്തിട്ട് പുതിയ ജോബിൻ്റെ ലീവ് എടുത്ത് പോണത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറച്ചും കൂടെ ദൂരെയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് സ്കൂളിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതും. ഇതിൽ കിട്ടാത്ത ഒരുപാട് റോൾസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള റോൾസാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കിട്ടും. കാരണം വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെയാണ് ഈ പല റോൾസും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം സ്കൂൾ ജോബ്സ് ആകുമ്പോൾ നമുക്കൊരു 9 to 5 ഒരു പെർഫെക്റ്റ് ടൈമിങ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ ഹോളിഡേ ടൈം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആനുവൽ ലീവ് ബുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓൾ ദി ബെസ്റ്റ്.